RSSനെതിരെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ട് ആത്മഹത്യ ചെയ്ത അനന്തു അജി എന്ന യുവാവിന്റെ മരണം അത് ദേശീയതലത്തിൽ ആളിക്കത്തിക്കുകയാണ് കോൺഗ്രസ്. ഇന്നിപ്പോൾ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അനന്തു അജി. IT പ്രൊഫഷണലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. അത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത രീതിയിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം, മരണത്തിന് ശേഷം പോസ്റ്റ് ആളുകൾ കാണുന്ന രീതിയിൽ അദ്ദേഹം അത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുകയായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ചെറുപ്പം മുതൽ തന്നെ RSS ശാഖയിൽ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു. അവിടെ വെച്ച് RSS നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു എന്ന് ഇൻസ്റ്റഗ്രാമിൽ പറയുന്നുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. പീഡനം മാത്രമല്ല, ക്രൂരമർദ്ദനമടക്കം RSS നേതാക്കളായ പലരിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നു. അത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക്, ഡിപ്രഷനിലേക്ക്, വിഷാദ രോഗത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നെത്തിച്ചു എന്ന് പറയുന്നു. അപ്പോൾ മറ്റു വഴികളില്ലാതെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് അനന്തു അജി പറയുന്നത്. എന്തായാലും കേസെടുത്തിട്ടും പോലീസ് അന്വേഷണം നടക്കുന്നു. പലരിൽ നിന്നൊക്കെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ RSS നേതാക്കൾ ആരെയും പ്രതി ചേർത്തിട്ടില്ല എന്നാണ്. ആ പോസ്റ്റിൽ NM എന്ന ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. അതാരാണ് എന്നതൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും NM എന്ന ആ പേര് പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ RSS പറയുന്നത് ഇതിലെന്തോ ദുരൂഹതയുണ്ട്, അപ്പോൾ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് RSSും ആവശ്യപ്പെടുന്നത്. നഫൽ, നമുക്ക് ആ പോസ്റ്റ് വായിക്കുമ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ RSS ശാഖയിൽ നടക്കുന്നത് എന്ന വല്ലാത്തൊരു ചിന്ത, ആശങ്കയാണല്ലോ ഉണ്ടാക്കുന്നത്. എന്താണ് വാസ്തവം? അല്ല, RSS ശാഖയിൽ അരുതാത്ത ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ടെന്ന് നേരത്തെയും സുധീഷ് മിന്നിയെ പോലുള്ള ആളുകളൊക്കെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടാണ് ഈ ആരോപണം ഈ അനന്തു എന്ന് പറയുന്ന യുവാവ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദിവ്യ അത് വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്കൊക്കെ വല്ലാത്ത ഒരു വിഷമം തോന്നും. കാരണം ഒരാൾ സെപ്റ്റംബർ 8 മുതലാണ് ഈ എഴുത്ത് അദ്ദേഹം തുടങ്ങുന്നത്. അതിൽ പറയുന്നത് സെപ്റ്റംബർ 8 മുതൽ ഞാൻ എഴുതി തുടങ്ങുന്നതാണ്. അങ്ങനെ അത് എന്നിട്ട് പിന്നീട് റീഡ് ചെയ്ത് റീറൈറ്റ് ചെയ്ത് ഒരു ഏകദേശം അയാൾക്ക് വായിക്കാൻ കൊള്ളാവുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയൊക്കെ എഴുതിയിരിക്കുകയാണ്. അപ്പം എന്നിട്ട് അത് ഷെഡ്യൂൾ പോസ്റ്റാക്കി വെച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ മരണശേഷമാണ് ആളുകളത് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിലേറ്റവും നമുക്കൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ RSSനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. മാത്രമല്ല, ഷെഡ്യൂൾ ചെയ്ത ഒരു വീഡിയോ കൂടി പുറത്തു വരാനുണ്ട് എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഒരു വീഡിയോ കൂടി ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയും. പക്ഷേ ഇതുവരെയും ആ വീഡിയോ വന്നിട്ടില്ല. അത് എന്ത് കാരണത്താലാണ് എന്നറിയില്ല. ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അത് വരേണ്ടതാണ്. പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല. അത് എന്ത് വീഡിയോ ആണെന്നും നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും അതിൽ പറയുന്ന കാര്യം, അദ്ദേഹം ഒരു വ്യക്തിയെയാണ് അദ്ദേഹം സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും, NM എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രത്യേകമായി പറയുന്നുള്ളതെങ്കിൽ തന്നെയും മറ്റ് ഒരുപാട് പേർ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പലർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇനി ആരും RSS ശാഖയിലേക്ക് പോകരുത് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. RSSകാരായ ആരുമായിട്ടും ചങ്ങാത്തം കൂടരുത് എന്നാണ് പറയുന്നത്. അത് അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾക്ക് പറയേണ്ടി വന്നെങ്കിൽ എത്രത്തോളം കൊടിയ പീഡനമായിരിക്കും അയാൾ സഹിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ്. അത് ഒരിക്കലും നമുക്ക് അത് ഊഹിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അതിന് ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ നോക്കണം. ഈ അനന്തു എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തൊരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സജീവ RSS പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു RSS മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ RSSകാരാണ്. ഒരു ബന്ധു തിരുവനന്തപുരത്ത് ജന്മഭൂമിയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ RSS മാത്രമാണ് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ളൊരു കുടുംബത്തിലും നാട്ടുകാർക്കിടയിലുമാണ് ഇദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ RSSകാർ ഇങ്ങനെ അദ്ദേഹത്തോട് ചെയ്തു. സ്വാഭാവികമായും അത് ഇയാളെ മാനസികമായി ബാധിച്ചു. അത് പുറത്ത് അദ്ദേഹം കാണിക്കുന്നുണ്ടാവും. ഈ RSSകാർ, തൻ്റെ ചുറ്റുമുള്ള RSSകാരാണല്ലോ തന്നോട് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ വല്ലാതെ ബാധിക്കുകയും അതനുസരിച്ചുള്ള പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കാം. അതിന് ഈ പോസ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നാട്ടുകാരോട് പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, എന്തിനാണ് നാട്ടുകാർക്ക് എന്നോട് ഇത്ര ദേഷ്യമെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല, എന്തായിരിക്കും അവരോട് പിന്നെ ഇന്ന ആളുകളുടെ പേര് പറയുന്നത്, ഇദ്ദേഹവുമായി എനിക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് ഇദ്ദേഹം എന്നോട് ഇപ്പോൾ ദേഷ്യം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയല്ല, നേരെ മറിച്ച് ആളുകൾ അങ്ങനെ കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് ഇത് RSS BJP പാർട്ടിക്കെതിരെ പറഞ്ഞത് കൊണ്ടാവുമോ എന്നറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും അത് തന്നെ ആവാനാണ് സാധ്യത. കാരണം ഒരു RSSൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിനെതിരെ പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അനിയത്തിയെക്കുറിച്ചാണ്. അമ്മു എന്ന് മറ്റാണ് പേരെന്ന് തോന്നുന്നു. ഈ അനിയത്തി കല്യാണം കഴിച്ചിരിക്കുന്നത്
മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ഇതിന് കാരണമായോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പം അതിൽ മറ്റ് മതസ്ഥർ വിവാഹം കഴിക്കുന്നതിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായില്ല. ഞാൻ അതിനു വേണ്ടി ഒത്താശ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അവർ അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും എനിക്കെതിരെ തിരിക്കാൻ കാരണമായോ എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. അതായത് ഇയാൾ ഏറ്റവും അവസാനം പറയുന്ന ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല, മതവിശ്വാസിയല്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എൻ്റെ സെൽസ് നശിച്ചു പോകുന്നു, എൻ്റെ സെല്ല് തന്നെയാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഈ RSSകാർക്കിടയിൽ മറ്റൊരു ചിന്താഗതിയുമായി ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഈ RSS ശാഖയിലെ പീഡനത്തേക്കാൾ ഉപരി ഈ ഒരു RSSകാർക്കിടയിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതാണ്. കാരണം ഇത് മറ്റൊരു മതത്തിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടന്നു എന്ന് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ നാട്ടുകാർ പെരുമാറുക? അല്ലല്ലോ. ഇപ്പോൾ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ശരിക്കും ഇതിന് ശേഷം ഈ വേറൊരു വ്യക്തി നേരത്തെ RSS ഉണ്ടായിരുന്നൊരു വ്യക്തി അദ്ദേഹത്തിന് അനുഭവം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം RSS നേരത്തെ ദിവ്യ സൂചിപ്പിച്ച പോലെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഇതിലൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്, നിഷ്പക്ഷമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പക്ഷേ അവസാനത്തൊരു വരിയുണ്ട്, അതിലൂടെ RSSന് നിരപരാധിത്വം തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ പോസ്റ്റ്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ കൃത്യമായ അന്വേഷണം നടന്നേ പറ്റുള്ളൂ. നടന്നെങ്കിൽ മാത്രമേ ഇത് ഇനിയും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പലതവണയായി പറയുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു കുട്ടിക്കും ഈ അനുഭവം ഉണ്ടാവരുത് എന്നുള്ളത്. നമുക്കറിയാം എത്രയോ കുട്ടികൾ ബാലഗോകുലത്തിലേക്ക് പോകുന്നുണ്ട്, അതിനുശേഷം അവർ RSSലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പം അത് വളരെ എന്താ പറയുക, നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ കുട്ടികൾ ബാലഗോകുലത്തേക്ക് കൊണ്ടുവിടുന്നത്. പക്ഷേ അതിനുശേഷം നടക്കുന്നത് ഇത്തരം കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയില്ല. ആണെങ്കിൽ അത് തീർച്ചയായും തടയപ്പെടേണ്ടതുണ്ട്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു പ്രസ്ഥാനമാണ് RSS. അത്രയും ശാഖകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല. അത് നടക്കുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടുക തന്നെ വേണം. അതിന് പോലീസിൻ്റെ അന്വേഷണം RSS പറഞ്ഞതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ട് നടക്കണം. അതിൽ സനന്തുവിൻ്റേതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇതിന് പിന്നാലെ മറ്റ് ചിലർ കൂടി സമാനമായ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് RSS ശാഖകളുടെ പ്രവർത്തനത്തെക്കുറിച്ചൊരു സമഗ്രമായൊരു പരിശോധന, അന്വേഷണം തന്നെ അനിവാര്യമല്ലേ? ആര് നടത്തും? അതാണ് പ്രശ്നം. ആര് നടത്തും? ഇപ്പോൾ ഈ കേസിൽ തന്നെ FIRൽ RSS എന്നുള്ള പേരേ ഇല്ല. RSS എന്നുള്ള വാക്ക് ഇന്നിപ്പോൾ പവൻ ഖേഡയും പ്രിയങ്ക ഗാന്ധി ആക്കാരെയാണ് ചൂണ്ടിക്കാണത്. FIRൽ പോലും ആ പേരില്ല. ഇന്ന് MA ബേബിയോട് മാധ്യമങ്ങൾ ചോദിച്ചു FIRലെ RSS എന്ന പേരിലല്ലോ. അത് സാങ്കേതികമായ പ്രശ്നം മാത്രമാണ്. അതായത് CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ചെറുപ്പക്കാരൻ RSSനെതിരെ ആത്മഹത്യാ നോട്ട് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് അതിന് ഇടുന്ന FIRൽ RSS എന്ന പേരില്ല. അപ്പോൾ അതിലെന്തെങ്കിലും അന്വേഷണം ഉണ്ടാവും? RSSലേക്ക് അന്വേഷണം എത്തുമോ? എനിക്ക് തോന്നുന്നില്ല. ആ കാരണം കൊണ്ട് മാത്രമല്ല, ഇനിയിപ്പോൾ വേറൊരു പാർട്ടിയാണ്, കോൺഗ്രസ്സാണ് ഭരിക്കുന്നതെങ്കിൽ എത്തുമോ? ഇല്ല, അത് എത്തില്ല. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ആ കാരണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, RSS എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒരു ഭരണഘടനയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളാരും കണ്ടിട്ടുണ്ടോ അത്? ആ ഭരണഘടന RSSകാർ പ്രചരിപ്പിക്കാറുണ്ടോ? അവർ വായിക്കാറുണ്ടോ? ഇല്ല. കാരണം അവർ ആ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ല. ആ ഭരണഘടന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ ആ നിരോധനം നീക്കാൻ നിങ്ങൾ സംഘടനാപരമായ തെരഞ്ഞെടുപ്പ് നടത്തണം, ഭരണഘടന വേണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ ബാൻ നീക്കാൻ വേണ്ടി മാത്രം അവർ തട്ടിക്കൂട്ടിയൊരു ഭരണഘടനയാണ് അവർ ചുമന്നുകൊണ്ട് നടന്നത്. അവരത് വായിക്കാറോ പ്രചരിപ്പിക്കാറോ ഇല്ല. പബ്ലിക് ഡൊമൈനിൽ അത് ലഭ്യമാണ്, പക്ഷേ അവരത് പ്രചരിപ്പിക്കാറില്ല. അപ്പോൾ ഒരു ഭരണഘടന പിൻപറ്റാത്ത, ഇൻറ്റേർണൽ തെരഞ്ഞെടുപ്പുകൾ നടത്താത്ത ഒരു സംഘടനയാണത്. ഇനി മറ്റൊരു കാര്യം, ഒരാളെ നമ്മളിങ്ങനെ RSS എന്ന് വിളിക്കുക, ഒരാൾ RSS സംഘമാണെന്ന് എങ്ങനെ പറയും? അവർക്ക് അംഗത്വ രജിസ്റ്റർ ഇല്ല. ഞാൻ RSSകാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ RSSകാരനാണ്. നാളെ ഞാൻ RSSകാരനല്ല എന്ന് പറഞ്ഞാൽ അല്ല. അല്ലെങ്കിൽ RSSൻ്റെ സർസംഘചാലകർ പറയുകയാണ് എൻ്റെ കീഴിൽ ആരുമില്ല, അല്ലെങ്കിൽ 10 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അവർ പറയുന്നതാണ് കണക്ക്. അപ്പോൾ ഒരാൾ RSSകാരനാണോ അല്ലയോ എന്ന് പോലും തീരുമാനിക്കാൻ കഴിയില്ല. അതിൻ്റെ രഹസ്യ സ്വഭാവം, ഈ രഹസ്യ സ്വഭാവത്തെക്കുറിച്ചാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് ഗോൾവാർക്കറോട് പറഞ്ഞത് ഈ രഹസ്യഭാവം പാടില്ല എന്ന്. കാരണം അവരാരാണ് ശാഖ പരസ്യമായിട്ടാണ് നടത്തുന്നത് എന്നവർ പറയുന്നു. അതിലാർക്കും പങ്കെടുക്കാം. ശാഖയെ പങ്കെടുക്കുന്നവരൊക്കെ RSSകാരാണ്. അങ്ങനെയാണെങ്കിൽ ശാഖയെ പങ്കെടുത്ത് എല്ലാവരും RSSകാരായിട്ട് കണക്കാക്കുമോ? അതുമില്ല. നാഥുറാം വിനായക് ഗോഡ്സെ RSSകാരനല്ല എന്നാണ് RSSകാർ പറയുന്നത്. അതേസമയം വിനായക് ഗോഡ്സെയുടെ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ പറയുന്നു അങ്ങനെയല്ല, അയാൾ മരിക്കുന്നവരെ RSSകാരനാണെന്ന് പറയുന്നു. ആര് പറയുന്നു വിശ്വസിക്കും? RSSകാർ പറയുന്ന അയാൾ RSSകാരനല്ല. മഹാത്മാഗാന്ധി കൊന്ന വിനായക് ഗോഡ്സെ RSSകാരനല്ല എന്ന് RSSകാർ പറയുന്നു.
അതല്ല, മരിക്കും വരെ അദ്ദേഹം RSകാരനായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെയുടെ ബന്ധുക്കൾ പറയുന്നു. ആര് പറയുന്നു നമ്മൾ വിശ്വസിക്കും? അവർക്ക് അങ്ങനത്തെ രജിസ്റ്റർ ഇല്ല. അപ്പോൾ ഈ രഹസ്യ സ്വഭാവം ആ സംഘടനയെ ചൂഴ്ന്നു നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങോട്ട് അന്വേഷിക്കും? ആരെക്കുറിച്ച്, ഏത് ശാഖയെക്കുറിച്ച് അന്വേഷിക്കും? അങ്ങനെ ഒരു ശാഖയേ ഇല്ല. ഇപ്പോൾ അനന്തു അജി പങ്കെടുത്ത ശാഖ, അദ്ദേഹത്തിന് പീഡനമേറ്റു എന്ന് പറയുന്ന ശാഖ, അല്ലെങ്കിൽ അവരുടെ ശിക്ഷക് വർഗ്, അങ്ങനെ എന്തെങ്കിലും ക്യാമ്പ്, അങ്ങനെ ഒരു ക്യാമ്പേ ഇല്ല. ഞങ്ങളുടെ ക്യാമ്പിനൊരു തെളിവില്ല, ഞങ്ങളുടെ ക്യാമ്പിൽ മിനിറ്റ്സ് ഇല്ല, അങ്ങനത്തെ രജിസ്റ്റർ ഇല്ല, ആരും പങ്കെടുക്കുന്ന രേഖയില്ല. പോലീസ് അവിടെ പോയി അന്വേഷിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, RSSൽ ക്രിമിനലുണ്ടോ എന്നാണ്. അപ്പോൾ RSS ഒരു സംഘടന എന്ന നിലയിൽ നടത്തുന്ന ക്രൈമുകളെ പറ്റി നമുക്കറിയാം. ഇപ്പോൾ കണ്ണൂരിലെ ബോംബേർ, വ്യത്യസ്ത കലാപങ്ങളിൽ അവർക്കുള്ള പങ്ക്, അതുപോലെ സ്വാമി അസീമാനന്ദയുടെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ട ഇന്ത്യയിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. അത് ആ സംഘടന തീരുമാനിക്കുകയോ ചർച്ച ചെയ്യുകയോ എടുത്ത് നടത്തിയ കാര്യങ്ങളായിരിക്കും. സാധ്വി പ്രഗ്യാ സിംഗിൻ്റെയൊക്കെ ഉദാഹരണം നമുക്കറിയാം. അപ്പോൾ അതല്ലാതെ അവരുടെ ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ എല്ലാ സംഘടനകളിലും ഉള്ള പോലെ അതിലുണ്ടാവും എന്നേ പറയാൻ കഴിയൂ. ഇപ്പോൾ ശിശു പീഡകരായ ആളുകൾ എല്ലാ സംഘടനകളിലും, എല്ലാ മതവിഭാഗങ്ങളിലും, എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവും. അതുപോലെ RSSലുണ്ട്. അതിൽ കൂടുതലോ കുറവോ എന്നോ നമുക്ക് കണക്കില്ല നമ്മുടെ മുമ്പിൽ. അതിൽ RSSൽ അണിചേർന്ന എല്ലാവരും ശിശു പീഡകരാണ് എന്നൊരു ജഡ്ജ്മെൻറ്റ് നമുക്ക് എത്താൻ കഴിയില്ല. അതിലും ഉണ്ടാവും. ഏറിയോ കുറഞ്ഞാൽ കൂടുതലോ കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കേണ്ടതാണ്. അത് RSS ആണ് കണ്ടെത്തേണ്ടത്. അവരങ്ങനെ ചെയ്യുന്നുണ്ടോ? അതില്ല. അത് പോട്ടെ, അവർ ഇതുവരെ ചെയ്തു പോകുന്ന അവരുടെ ഇൻറ്റേർണൽ ക്രൈമുകൾ, അവർ സമൂഹത്തോട് ചെയ്യുന്ന ക്രൈമുകളെ കുറിച്ചല്ല, അവരുടെ ഇൻറ്റേർണൽ നടന്നിട്ടുള്ള ക്രൈമുകൾ എത്ര ഇത് വെച്ച് നോക്കുമ്പോൾ എത്രയോ അധികം ഉണ്ടെന്നറിയോ? എത്രയോ RSSകാരാൽ തന്നെ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ ഒപ്പം വിവിധ സ്ഫോടനങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട സുനിൽ ജോഷി എങ്ങനെ കൊല്ലപ്പെട്ടത്? ഉടുപ്പിയിൽ, കർണാടകയിൽ ഉടുപ്പിയിലാണ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൊന്നതിൻ്റെ പേരിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂർ തന്നെ പ്രതി ചേർക്കപ്പെട്ടതാണ്. അത് ഈ ബോംബ് സ്ഫോടനങ്ങളെ കുറിച്ചുള്ള മുഴുവൻ വിവരം അറിയാവുന്ന ആളായിരുന്നു സുനിൽ ജോഷി. അവർ തന്നെ തട്ടിക്കളഞ്ഞു. ഇനി അത് പോട്ടെ, ജനസംഘത്തിൻ്റെ ആചാര്യൻ, BJPയുടെ ഐഡിയോളജിയുടെ ഉപജ്ഞാതാവായ ദീൻ ദയാൽ ഉപാധ്യായ എങ്ങനെ മരിച്ചത്? ദീൻ ദയാൽ ഉപാധ്യായ UPയിലെ ഒരു റെയിൽവേ സ്റ്റേഷന് തൊട്ടപ്പുറം ട്രെയിനിൽ നിന്ന് വീണ പോലെ മരിച്ചു കിടക്കുകയാണ് റെയിൽപാളത്തിനടിയിൽ. അതായത് ഇന്ന് JP നഡ്ഡയെ പോലെയോ അമിത്ഷായെ പോലെയോ നരേന്ദ്രമോദിയെ പോലെ പ്രമുഖനായ അന്നത്തെ ജനസംഘ നേതാവാണ്. ഒന്നാലോചിച്ചോ, തല്ലിക്കൊന്നിട്ടിരിക്കുകയാണ്. തല്ലിക്കൊന്നിട്ട് പോലെ റെയിൽവേ സ്റ്റേഷൻ കിടക്കുകയാണ്. ആദ്യം കേസ് അന്വേഷിച്ച് വന്നപ്പോൾ എന്താണ്, 2 പേര് മോഷണ ശ്രമത്തിനിടെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതാണെന്ന് പറഞ്ഞു. അവരെ കോടതി വെറുതെ വിട്ടു. ഒരു തെളിവില്ല. അവർ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു തെളിവില്ല എന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിട്ടു. ബൽരാജ് മാധോക്ക് എന്ന് പറയുന്ന RSSൻ്റെ ബുദ്ധിജീവി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലാണ് പറയുന്നത് ഇത് അയാളെ BJPക്കാർ അതായത് വാജ്പേയിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചത്. വാജ്പേയി കൊല്ലിച്ചതാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അത് പിന്നെ BJP നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊല്ലപ്പെട്ട എത്രയോ ആളുകളുണ്ട് RSSനകത്ത്. അവർ തന്നെ വകവരുത്തി, അവർ തന്നെ തീർത്തളഞ്ഞ എത്രയോ മനുഷ്യർ. ഇനി ഞാൻ വേറൊറ്റ ഉദാഹരണം പറയാം. എന്തുകൊണ്ട് RSSനെതിരെ ഇന്ത്യയിൽ ഒരു സർക്കാരിന് നടപടി എടുക്കാൻ കഴിയില്ല എന്ന മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. പാലക്കാട് ബോംബ് സ്ഫോടനം ഓർമ്മയുണ്ടോ? സ്കൂളിൽ ബോംബ് അതെന്തായി? എന്തായിരുന്നു ഇവിടെ ബഹളം? RSS നടന്ന സ്കൂളിൽ നിന്ന് സ്ഫോടവസ്തു കണ്ടെടുക്കുന്നു. ആ സ്ഫോടവസ്തു പൊട്ടി കുട്ടിക്ക് പരിക്കേൽക്കുന്നു. ആളുകൾ DYFIക്കാർ മാർച്ച് നടത്തുന്നു. CPM ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നു. SP-ക്ക് പരാതി കൊടുക്കുന്നു. മന്ത്രി V ശിവൻകുട്ടി പറയുന്നു സ്കൂളിൻ്റെ അനുമതി ഇപ്പം റദ്ദാക്കുമെന്ന് പറയുന്നു. എന്നിട്ട് റദ്ദാക്കിയ അതാണ് RSS. അപ്പോൾ ഇത് ഞാൻ RSSനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി പറയുന്നതല്ല. RSSനെ കൺഫ്രണ്ട് ചെയ്യാൻ, RSSനെ റെഗുലേറ്റ് ചെയ്യാൻ, RSSനെ ഓഡിറ്റ് ചെയ്യാൻ, RSSനെ അക്കൗണ്ടബിൾ ആക്കാൻ ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെടുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പരാജയപ്പെടാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ആ സംഘടന നിരോധിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അവരെ വരച്ച വരയിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന പലവട്ടം ഭേദഗതി ചെയ്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും നാഷണൽ ഫ്ലാഗിനെയും അംഗീകരിക്കുന്ന ഘട്ടം വരെ അവിടെ എത്തി. അവരിപ്പോൾ നാഗ്പൂർ ആസ്ഥാനത്ത് അവർ കൊടി ഉയർത്തുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി ആ സംഘടനയെ ഇന്ത്യൻ ഭരണഘടനയുടെ പരിധിയിലാക്കാൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരാൻ ഇന്ത്യയിൽ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അത് കഴിയുന്ന സംസ്ഥാന സർക്കാരുകളുണ്ട്, അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സംസ്ഥാന സർക്കാരുകളുണ്ട്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, വെസ്റ്റ് ബംഗാളിൽ മമത. പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് അത്രമാത്രം RSSനെ പരിധിയിലാക്കാനുള്ള ശക്തി പോരാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, എന്തായാലും അനന്തു അജിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം, സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.